ലിൻഡോ ജോസഫ് എംഎൽഎക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ലീഗ് പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തു. പുത്തൂർമഠം സ്വദേശി അസ്ലമിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിലാണ് കസ്റ്റഡി. മേഘ ചേരുകയാണ്. മേഘ, ലിൻഡോ ജോസഫിനെതിരെ വളരെ മോശപ്പെട്ട കമന്റ് സമൂഹമാധ്യമങ്ങളിൽ എഴുതിയ ഒരാളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഷമ്മി, കഴിഞ്ഞ ദിവസമാണ് ലിൻഡോ ജോസഫ് എംഎൽഎയുടെ ശാരീരിക അവശതകളെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു പരാമർശം ലീഗ് പ്രവർത്തകനായ അസ്ലം നടത്തിയത്. അതിനു പിന്നാലെ ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി പരാതി നൽകിയിരുന്നു തിരുവമ്പാടി പോലീസിൽ. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പുത്തൂർമഠം സ്വദേശിയായ അസ്ലമിനെ കസ്റ്റഡിയിൽ എടുത്തത്. വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്നായി ഉയർന്നിരുന്നു. ലിൻഡോ ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ, അധിക്ഷേപ പരാമർശങ്ങളെ താൻ ഗൗനിക്കുന്നില്ല എന്ന പ്രതികരണം നടത്തിയിരുന്നു. എങ്കിൽ കൂടി ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസ്ലമിനെ പിടികൂടിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് പല കോണുകളിൽ നിന്നായി ഇത് വ്യാജമായി പ്രചരിപ്പിച്ച സ്ക്രീൻഷോട്ടാണ്, ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടാണ് എന്ന തലത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം ലീഗ് പ്രവർത്തകർ നടത്തിയ സാഹചര്യം കൂടിയുണ്ട്. അതിന് പിന്നാലെയാണ് അതെല്ലാം പൊളിക്കുന്നത് കൂടിയാണ് ഈ അസ്ലമിനെ പിടികൂടുതലൂടെ നടന്നിരിക്കുന്നത്. ഏതായാലും അസ്ലമിനെ കാണാൻ ലിൻഡോ ജോസഫ് തിരുവമ്പാടി സ്റ്റേഷനിൽ എത്തി. ഇന്നലെ തന്നെ, അതായത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയതിനു പിന്നാലെ ഈ അസ്ലം ലിൻഡോ ജോസഫിനെ നേരിട്ട് വിളിച്ച് ക്ഷമാപണം നടത്തിയിരുന്നു. തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം എന്ന തരത്തിൽ അസ്ലം പറഞ്ഞിരുന്നു. അതിനു പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കസ്റ്റഡി. ഏതായാലും ലിൻഡോ സ്റ്റേഷനിൽ എത്തിയതിനെ തുടർന്ന് നേരിട്ട് ക്ഷമാപണം അസ്ലം നടത്തി. ഇതേ തുടർന്ന് ഈ പ്രശ്നം ഇവിടെ താൻ അവസാനിപ്പിക്കുകയാണ് എന്ന തരത്തിൽ ലിൻഡോ പ്രതികരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് തെറ്റ് ഏറ്റു പറഞ്ഞത് കൊണ്ട്, തെറ്റ് മനസ്സിലാക്കി അത് അംഗീകരിച്ചത് കൊണ്ട് അസ്ലമിന് മാപ്പ് നൽകിയെന്നാണ് ലിൻഡോ ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മേഘ, ലിൻഡോയ്ക്കെതിരെ മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കെ ശൈലജ തുടങ്ങി ഇങ്ങോട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഒരു നെറിയും ഇല്ലാത്ത തരത്തിൽ പ്രതികരണം നടത്തുകയാണ് ഈ ലീഗിന്റെ അടക്കമുള്ള സൈബർ ഗുണ്ടകൾ. ആർക്കെതിരെയും എന്ത് വൃത്തികേടും എഴുതിവിടാം എന്നൊരു തോന്നലിലേക്ക് അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ലിൻഡോയ്ക്കെതിരായിട്ടും ഈ രീതിയിൽ ഉള്ള വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തുന്നത്. സ്ത്രീകൾക്കെതിരെ, മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത് തന്നെയാണ് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി, ലീഗ് അണികളെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ, അത് സ്ത്രീകളാണെങ്കിൽ പോലും ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തി അവരെ തളർത്തുക എന്നൊരു ഉദ്ദേശം കഴിഞ്ഞ കുറെ കാലമായി ഈ ലീഗ് അണികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഈ ലിൻഡോയെ സംബന്ധിച്ച് ലിൻഡോക്കെതിരായ പരാമർശം എന്നത് ശാരീരിക അവശതകളെ കളിയാക്കിക്കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു. അതിന് വലിയ തരത്തിൽ പ്രതിഷേധം പല കോണുകളിൽ നിന്നായി ഉയർന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ലിൻഡോയ്ക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം പറ്റുന്നത്, ഏത് രീതിയിലാണ് ഈ അപകടം മറ്റ് ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നീക്കിയത് എന്നൊക്കെ നേരത്തെ തന്നെ അത് വലിയ തരത്തിൽ ചർച്ചയായ കാര്യമാണ്. ഒരു അപകടത്തിൽപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. ഏതായാലും വലിയ പ്രതിഷേധം അതിന് പിന്നാലെ ഈ ലീഗ് പ്രവർത്തകനെതിരെ ഉണ്ടാകുന്നു. ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ലീഗ് പ്രവർത്തകർ തന്നെ മുൻപോട്ട് വെച്ച കാര്യം എന്നത് ഒരു ഭാഗത്ത് നിന്ന് വ്യാജമായി ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടാണ് ഇത്, ഇത്തരത്തിലൊരാളില്ല, അങ്ങനെ ഒരു പരാമർശം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം നടത്താൻ ലീഗ് നേതൃത്വം, ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടിയ നടത്തിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം കൂടി ഉണ്ടായത്. ഏതായാലും ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരാളുണ്ട്, അത് വ്യാജമായി ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് അല്ല എന്നുകൂടി വെളിവാക്കുന്ന തരത്തിൽ ഇപ്പോൾ കോഴിക്കോട് പുത്തൂർമഠം സ്വദേശിയായ അസ്ലമിനെ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. കസ്റ്റഡിയിലെത്തിയ അസ്ലമിനെ കാണാൻ ലിൻഡോ വന്നപ്പോൾ അദ്ദേഹം വളരെ താഴ്മയായി, അതായത് ഈ അസ്ലം വളരെ താഴ്മയായി ലിൻഡോയോട് സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് പുറത്തു വന്നത്. അത് പെട്ടെന്നുണ്ടായ ആവേശത്തിൽ എന്ന തരത്തിൽ അതിനെ ലഘൂകരിക്കുകയാണ് ഈ അസ്ലം പോലും ചെയ്തത്. അങ്ങനെ തെറ്റു പറ്റിയതാണ്, ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് തെറ്റ് ഏറ്റു പറയുന്ന ഒരു സാഹചര്യം കൂടി അസ്ലമിന്റെ ഭാഗത്തു നിന്നുണ്ടായി. തെറ്റ് ഏറ്റു പറഞ്ഞത് കൊണ്ട് തന്നെ ക്ഷമിക്കുകയാണ് എന്നതാണ് ലിൻഡോ പറയുന്നത്. കാരണം തന്റെ ശ്രദ്ധ എന്നത് നാടിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുക, നാട്ടുകാർക്ക് വേണ്ടി ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യുക, അതുകൊണ്ട് ഇത് കാര്യമായി ഗൗനിക്കുന്നില്ല. ഏതായാലും തെറ്റ് മനസ്സിലാക്കി ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ താൻ ക്ഷമിക്കുന്നു എന്നുകൂടി ലിൻഡോ പറഞ്ഞു വെക്കുന്നു. ഷമി.
ലിൻഡോയ്ക്ക് എങ്ങനെയാണ് ഈ വൈകല്യം ഉണ്ടായതെന്ന് അറിയാത്തവരല്ലല്ലോ മേഘ ഈ കമന്റ് ഇടുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ആംബുലൻസ് ഓടിച്ചു പോകുന്ന അവസരത്തിലുണ്ടായ ഒരു ആക്സിഡന്റിന്റെ ഫലമായിട്ടാണ് ലിൻഡോയ്ക്ക് ഈ വൈകല്യം ഉണ്ടാകുന്നത്. ഈ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ലിൻഡോയ്ക്ക് ഈ ഒരു വൈകല്യം ഉണ്ടാകുന്നത്. ഇതറിയാത്തവരല്ല ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ KM ഷാജിയെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. വായിൽ വരുന്ന തോന്നിവാസം വിളിച്ചു പറയുന്ന ആളാണ് KM ഷാജി എന്ന്. അതേ കളരിയിൽ പഠിച്ച് കുറേ ആൾക്കാർ, ഷാജിയുടെ കളരിയിൽ പഠിച്ച കുറേ ആൾക്കാർ ഇതുപോലെ സൈബർ ഇടങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഏത് മനുഷ്യനെതിരെയും ഒരു നെറിയുമില്ലാത്ത രീതിയിൽ പ്രചരണം നടത്തുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ലിൻഡോയെ പോലെ ഒരു പൊതുപ്രവർത്തകനെതിരെ ഇത്രയും നികൃഷ്ടമായ പരാമർശങ്ങൾ നടത്തുന്നത്. ഒരു സംസ്കാരത്തിൻ്റെ കൂടി പ്രതീകമാണത്. ഷമ്മി, അതായത് 2019 വളരെ ഊർജ്ജസ്വലനായി SFIയുടെ കോഴിക്കോട് ജില്ലത്തിന്റെ അമരക്കാരനായിരുന്നു ലിൻഡോ. എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മുൻപിൽ നിന്നുകൊണ്ട് നയിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു ലിൻഡോ. ആ സമയത്താണ് 2019 ഒരു രോഗിയെയും കൊണ്ടുപോകുന്ന ആംബുലൻസ് ലിൻഡോ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ആ രോഗിയെ പെട്ടെന്ന് എത്തിക്കുന്നത്. ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ തന്നെയും പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായ കാര്യമാണ്. അങ്ങനെയാണ് ഈ പൊതുപ്രവർത്തന ഇതിനിടെ എന്ന് തന്നെ പറയാം ലിൻഡോയ്ക്ക് അപകടം പറ്റുന്നത്. അതൊക്കെ തന്നെയും കൃത്യമായി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിൽ കൂടി കണ്ണടച്ച് ഇരുട്ടാക്കിപ്പിക്കാം എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഈ കമന്റിലൂടെ കൃത്യമായി തന്നെ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്താണ് ലിൻഡോയ്ക്ക് സംഭവിച്ചത് എന്ന ധാരണ പോലും ഇല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബോഡി ഷേവിംഗ് നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കാം. അത് തന്നെയാണ് ഈ ലീഗ് പ്രവർത്തകർ പലപ്പോഴായി കാണിക്കുന്നത്. പക്ഷേ ഇത്തവണ അത് ഒരു തരത്തിലും അത് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ ഇയാൾക്ക് ലീഗ് പ്രവർത്തകനെ പിടികൊടുക്കേണ്ടി വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വലിയ പ്രതിഷേധമാണ് ഈ ലിൻഡോയ്ക്കെതിരെ ഉണ്ടായ അധിക്ഷേപ പരാമർശത്തിനെതിരെ ഉയർന്നു വന്നത്. അതിന് പിന്നാലെ ഇയാളെ കണ്ടെത്തുന്നു. അത് കണ്ടെത്തുന്നതിൽ പോലും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇത്തരത്തിലൊരു കമന്റ് പ്രത്യക്ഷപ്പെടുന്നു. ആ കമന്റ് പോലും തെറ്റായി ഉണ്ടാക്കിയ, വ്യാജമായി ഉണ്ടാക്കിയ കമന്റ് ആണ് എന്നൊരു പ്രചാരണം വരെ ഇവർ തന്നെ നടത്തി. ഏതായാലും അയാളെ, ലീഗ് പ്രവർത്തകനെ കണ്ടെത്തി പോലീസ് പിടികൂടിയതിന് പിന്നാലെയാണ് ലിൻഡോ അദ്ദേഹത്തിന് മാപ്പ് നൽകിയിരിക്കുന്നത്. ഷമ്മി, ലിൻഡോ ജോസഫ് MLA-ക്കെതിരായ മോശം പരാമർശം നടത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അയാളോട് ഇനി നടപടികളൊന്നും വേണ്ട എന്നുള്ള ഒരു വിവരം പോലീസിന് ലിൻഡോ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ മാപ്പ് പറഞ്ഞു എന്ന വിവരം കൂടി മേഘ നൽകുന്നു.